ഹലോ, ഇന്ന് നമ്മൾ എക്സിബിഷൻ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2025. എന്തുകൊണ്ടാണ് തൃശ്ശൂരുള്ള ആളുകൾ ഈ എക്സിബിഷൻ മിസ് ചെയ്യാത്തത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പോപ്പുലർ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള ആൻസറാണ് കേട്ടോ ഈ വീഡിയോ. ഞാൻ പറ്റാവുന്നത്ര എലാബറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നേരിട്ട് വന്ന് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് കാണാം കേട്ടോ. ആസ് യൂഷ്വൽ എൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ള എൻ്റെ അമ്മ, എൻ്റെ മോള്, ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഏട്ടന് വേറെ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് വരണില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും എനിക്ക് വീഡിയോ എടുക്കണം, അപ്പോൾ പിന്നെ ഇങ്ങനെ സൗകര്യമായിട്ട് നടന്നങ്ങ് എടുക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ഒരുപാട് പേർക്ക് ഫ്രീ പാസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. എക്സിബിഷൻ്റെ എൻട്രൻസിൽ തന്നെ നടരാജ വിഗ്രഹമൊക്കെ കുത്തി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തത് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ 3 ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. 40 രൂപയാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജ്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂരത്തിൻ്റെ സമയം അടുക്കുമ്പോൾ ടിക്കറ്റ് ചാർജ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 40 രൂപയാണ്. ഇപ്പോൾ ഒരുപാട് തിരക്കുള്ള സമയമല്ല, പക്ഷേ എന്നാൽ കുറച്ച് ആളുകളുണ്ട്. എന്നാൽ തീരെ ആൾക്കാരില്ലാത്ത സമയമല്ല. അത്യാവശ്യം സ്റ്റോളുകളും ആയിട്ടുണ്ട്. ഭയങ്കര റഷില്ല കേട്ടോ. പൂരത്തിൻ്റെ ആ സമയമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ഓരോ സ്റ്റോളിലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും തിരക്കാവും എക്സിബിഷന്. അപ്പോൾ ആസ് യൂഷ്വൽ ഫസ്റ്റ് സ്റ്റോറ് എന്താണ്, ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, അങ്ങനത്തെ പല വെറൈറ്റിയിലുള്ള സംഗതികൾ കിട്ടുന്ന സ്റ്റോളാണ് കേട്ടോ ആദ്യത്തെ. അപ്പോൾ നിങ്ങൾക്ക് നടന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ബോറടിക്കാത്ത ഒരു പരിപാടിയാണ് കേട്ടോ തൃശ്ശൂർ പൂരം എക്സിബിഷൻ. എങ്ങനെ വന്നാലും എത്ര സ്പീഡിൽ നടന്നാലും ഒരു 3 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പോകും. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ മാത്രം വരിക, സമയം കൈ പിടിച്ച് വരണ്ട കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ സ്റ്റോളും നമ്മളൊരു 10 മിനിറ്റ് അവിടെ പിടിച്ച് നിർത്താൻ കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റോളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടാനാണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ രണ്ടാമത്തെ സ്റ്റോളാണ് കേട്ടോ. ഇപ്പം നമ്മൾ നടക്കുന്നതിൻ്റെ 2 സൈഡിലുമായിട്ട് നിറച്ച് സാധനങ്ങളാട്ടോ. നമുക്കിങ്ങനെ നോക്കി നോക്കി കണ്ട് പോരാന്ന് വിചാരിച്ചാൽ തന്നെ തീരില്ല, അത്രയും സംഗതികളുണ്ട്. കുറേ ഫാൻസി ഐറ്റംസാണ്, ടോയ്സ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, കുറേ മാല, വള, കമ്മൽ, ഫങ്കി ചങ്കി ആയിട്ടുള്ള ഇഷ്ടം പോലെ സംഗതികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല, പക്ഷെ എല്ലാതും നിന്ന് കണ്ട് ആസ്വദിച്ച് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്രയും സമയമില്ല, എന്നാലും ഒരു ഇതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടീനെ കൊണ്ടുവന്നത് കൊണ്ട് കുട്ടിക്ക് എല്ലായിടത്തും നിന്ന് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ചെയ്തൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നിന്ന് അവൾക്കത് കാണിച്ചു കൊടുത്ത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വിട്ടതിന് ശേഷം നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഒരു ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാറിൻ്റെ ക്ലിപ്പ് ഓൾറെഡി അനിയത്തി മുന്നേ എക്സിബിഷന് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടില്ല. നമ്മൾ ഒരുപാട് സംഗതികളൊന്നും ഈ ടോട്ടൽ എക്സിബിഷനിൽ മേടിച്ചിട്ടില്ല, കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ എല്ലായിടത്തും നിന്ന് കണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് കുട്ടികൾക്കൊരു കൗതുകമല്ലേ കാണുമ്പോൾ. അത് കുറച്ച് നേരം അവർക്ക് എല്ലാതൊന്നും വേണമെന്നൊന്നും ഉണ്ടാവില്ല. കുറച്ചധികം നേരം അതിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വിട്ടാൽ തന്നെ അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം, ഇപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലും അത് കുറച്ച് നേരത്തേക്കുള്ള ഒരു 10 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു കൗതുകമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടി വരില്ല. അത് നമ്മൾ ഇവിടുന്നേ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് പോവാണ് കേട്ടോ. 10 മിനിറ്റ് അതിൻ്റെ അടുത്തൊക്കെ നിന്ന് തൊട്ട് തലോടി വന്നപ്പോഴത്തേക്ക് പിന്നെ അത് വേണ്ടാതായി. പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞിരുന്നു, 200 രൂപയാണ് നിനക്കുള്ള കോട്ട, അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ മേടിക്കാം, അത്രേ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓരോ കടയിലെത്തി ഓരോ സംഗതികൾ എടുക്കുമ്പോഴും ഞാനിങ്ങനെ നമസ്തേൻ്റെ അടുത്ത് പറയും, ഇതിന് ഇത്ര രൂപയാണ്, ഇപ്പം ഇത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞി സാധനം കൂടി വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവളത് എന്നാൽ പിന്നെ ഇത് വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ കൃത്യം 200 രൂപയ്ക്കുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു. അവൾക്ക് വേറെ കുറേ സംഗതികളൊക്കെ മേടിച്ച് കൊടുത്തിരുന്നു. എന്നാലും ചെറിയ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവർക്കൊരു ബഡ്ജറ്റ് വെച്ചിട്ട് ഇത്ര രൂപയാണ് മോനുള്ളത്, അതിൽ ഉള്ളത് എന്താ വെച്ചാൽ വാങ്ങിക്കോ എന്ന് പറയുമ്പോൾ അവർ തന്നെ കുറച്ചും കൂടി കോൺഷ്യസ് ആവാനും വാശി പിടിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. അതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. നിങ്ങളിനി മുമ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പം ഞാനിവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെസ്പ കണ്ടു കേട്ടോ. ഇത് സ്കൂട്ടറിൻ്റെ മിനിയേച്ചറാണ്. ആഹാ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വില ചോദിച്ചു വന്നപ്പോൾ അതിന് 400 ചില്ലറയാണ്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, കാണാൻ നല്ല അടിപൊളി ഡെക്കോർ പീസാണ്. പക്ഷേ നമുക്ക് അത്ര ബഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അവിടെ വെച്ചിട്ട് പോന്നു കേട്ടോ. പിന്നെ ഇവിടെ വീണ്ടും ഈ കമ്മൽ, വള, മാലയൊക്കെ കിട്ടുന്ന കടകൾ ത്രൂ ഔട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. ഒരു സ്ഥലത്തുനിന്ന് അതങ്ങ് തീരുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഫർണിച്ചറിൻ്റെ ഒരു സ്റ്റോളാണ്.
ഈ ഫർണിച്ചറിൻ്റെ സ്റ്റോള് അവിടെ അവരുടെ കുറേ ടേബിള് സെറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഇരുന്ന് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം, അവർ ഹോം ഡെലിവറി ചെയ്യും. അല്ലെങ്കിൽ ഓരോ സ്റ്റോളുകാരും ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക, ഇത്രയധികം ആളുകൾ വരുന്ന ഒരു ഫ്ലീ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അങ്ങനെ ഒരു സ്ഥലം അവരുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്, കണ്ടുപോവുക. പിന്നെ ഇവിടെ നിന്ന് ആർക്കും വീഡിയോ എടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, കാരണം അവർ യൂസ്ഡായി. ഇപ്പോൾ വീഡിയോസ് യൂട്യൂബ് ചാനൽസൊക്കെ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ അവർക്ക് ഇത് യൂസ്ഡ് ആയിരിക്കണം കേട്ടോ. എല്ലാവരും വന്ന് വീഡിയോ എടുക്കും, വീഡിയോ യൂട്യൂബിൽ വരും എന്നുള്ള ഒക്കെ ധാരണയുണ്ട്. അപ്പോൾ ആരും വീഡിയോ എടുക്കുന്നതിന് ഒബ്ജെക്ഷനൊന്നുമില്ല. നെക്സ്റ്റ് ഇതാ ഒരു ക്രോക്കറി സ്റ്റോറ് വന്നു കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റും ഉണ്ട്, അല്ലാതെ സെറാമിക്കിൻ്റെ പ്ലേറ്റും ഉണ്ട് കേട്ടോ. പലതിനും പല വിലയാണ്. അതായത് ചിലത് നമുക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാൾ ലാഭത്തിൽ കിട്ടും. ചില സംഗതികൾക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാൾ 50 രൂപ 30 രൂപയൊക്കെ കൂടുതലായിരിക്കും. അത് നമ്മൾ നോക്കി നോക്കി വാങ്ങണം കേട്ടോ. ഇപ്പോൾ ഞാനൊക്കെ എനിക്കൊരു ഓർമ്മയുള്ള അതായത് ഈ എക്സിബിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഓർമ്മയുള്ള സമയം തൊട്ട് സ്ഥിരമായിട്ട് എക്സിബിഷന് വരാറുണ്ട്. ചില കൊല്ലം 1 2 തവണയൊക്കെ വന്നിട്ടുണ്ട്. അമ്മമ്മയുടെ കൂടെയാണ് കേട്ടോ വരിക. അമ്മമ്മ എല്ലാ കൊല്ലം എക്സിബിഷന് കൊണ്ടുവരും. അമ്മമ്മ ഇപ്പോൾ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ ആൾ വയ്യാതെ കിടക്കുന്നതിന് മുമ്പ് വരെ ഇപ്പോൾ 10 വർഷമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ വരെ എപ്പോഴും അമ്മമ്മയുടെ കൂടെ എക്സിബിഷൻ കാണാത്തൊരു തൃശ്ശൂർ പൂരമില്ല എനിക്ക്. അതുവരെ എന്നല്ല, അമ്മമ്മയ്ക്ക് വരാൻ പറ്റുന്നവരെ അമ്മമ്മ കൊണ്ടുവരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടുകാരായിട്ടും ഫ്രണ്ട്സിനായിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സിനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തൃശ്ശൂർ പൂരം എക്സിബിഷൻ നമ്മൾ ഒറ്റത്തവണയില്ല കാണാം. പൂരം കാണാൻ വരുന്നതിൻ്റെ അന്ന് ചെറിയ പൂരം കാണാനാണ് വരിക. അപ്പോൾ ചെറിയ പൂരം കാണാൻ വരുന്നതിൻ്റെ അന്ന് ആ വെടിക്കെട്ടിൻ്റെ സമയത്ത് നമ്മൾ ഓടിക്കയറുന്ന സ്ഥലമാണ് കുട്ടികളുണ്ടെങ്കിൽ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സിബിഷൻ ഹാള് അല്ലെങ്കിൽ സിനിമ തിയേറ്റർ. അങ്ങനെയാണ് അതിൻ്റെ ബാക്കിലുള്ള എന്താ പറയുക, നമ്മുടെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതിൻ്റെ ഇടയ്ക്ക് കണ്ടുപോയല്ലോ, കുറേ കുൾഫി മോൾഡ്, പോപ്സിക്കിൾ മോൾഡ്, അങ്ങനെ കുറേ സംഗതികളുണ്ട് കേട്ടോ. അപ്പം ഇതില്ലാതെ എൻ്റെ കുട്ടി മറ്റേ എന്താണ് ഏത് നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലി പോലെയുണ്ട് ചില കടയിൽ. അമ്മോ ഇത് വേണോ അത് വേണോ ഇത് വേണോ, ഇത് നല്ല ഭംഗിയുണ്ടടാ, അയ്യോ. പക്ഷേ എന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതിനെ അതും മേടിക്കാതെ വരും കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതാ ഇവിടെ കുറച്ച് വുഡിൻ്റെ ഡെക്കോർ ഐറ്റംസ്, കീ ഹോൾഡേഴ്സ്, ജ്വല്ലറി ബോക്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് അടിപൊളി സംഗതികളുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട് നമുക്കൊരു ധാരണയുണ്ട് ഏത് കട കഴിഞ്ഞാൽ ഏത് കട വരും. അപ്പോൾ ഒരു ഓർഡർ ഉണ്ട്, ഇതിനൊരു ഓർഡർ ഉണ്ട്. എല്ലാ കൊല്ലവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഈ സ്റ്റോൾസിൻ്റെ ഓർഡർ. ഇവിടെ നിന്ന് നമ്മളൊരു വാച്ച് വാങ്ങി കേട്ടോ. ഒരു 100 രൂപയുടെ ഒരു വാച്ചാണ്. പക്ഷേ ഇത് കളി വാച്ചല്ല, ശരിക്കും വർക്ക് ചെയ്യണ വാച്ച് തന്നെയാണ്. അപ്പോൾ ഇതാണ് അവൾക്ക് വാങ്ങിയ ഒരു സംഗതി. നല്ലൊരു വാച്ചാണ് കേട്ടോ, ഒരു ഹലോ കിറ്റിയുടെ വാച്ചാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്ത് ആ കുട്ടി ടൈമൊക്കെ നേരെയാക്കി തന്നു. പിന്നെ പലതരത്തിലുള്ള വാച്ചും നമ്മൾ ഉള്ളിലേക്ക് അധികം കയറിയിട്ട് നോക്കിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വാങ്ങിയത് ഇതാ കണ്ടോ, ഈ ഒരു 5 കപ്പിന് 100 രൂപ പറഞ്ഞിട്ട് അതിൽ നിന്നൊരു സെറ്റ് ഞാൻ വാങ്ങിയിട്ടോ. ഈ 5 മഗ്ഗിന് 100 രൂപയുടെ ചെറിയ മഗ്ഗാണ്. അപ്പോൾ അതിൽ ആ ബ്ലാക്ക് ഇങ്ങനെ കണ്ടോ ലൈനുള്ളത്, അതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. നല്ല മഗ്ഗ്, നല്ല ക്യൂട്ടായിട്ടുള്ള മഗ്ഗാണ്. പലതും ഉണ്ട്. മീതെ കിടക്കുന്നത് 6 എണ്ണത്തിന് 150 രൂപയായിട്ട് 6 എണ്ണത്തിൻ്റെ സെറ്റ് ഉണ്ട്. ഇതൊക്കെ പൊട്ടുന്ന ആ ഒരു ടൈപ്പാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ള ചൈനീസ് വൈബുള്ള സംഗതികളുണ്ട്. ഈ ക്രോക്കറി എനിക്കാണെങ്കിൽ പിന്നെ എല്ലാത്തിലും ഭയങ്കര താല്പര്യം ഇതുകൊണ്ട് ഏത് വേണം എന്നുള്ളതിൽ കൺഫ്യൂഷനുള്ളൂ. അല്ലാതെ ഇതിഷ്ടമില്ല, അയ്യോ അതെനിക്കിഷ്ടമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ലേ. എനിക്ക് എല്ലാതും ഏതാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കപ്പ് കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ളതെന്ന് തോന്നിയത് ഞാൻ ഈ ബ്ലാക്ക് കപ്പ് എടുത്തു. ചെറിയ നമുക്കിങ്ങനെ ഹോട്ടലിലൊക്കെ ചെറിയ കാപ്പി കിട്ടുന്ന ആ ഒരു കപ്പിൻ്റെ സൈസ് കേട്ടോ. ഒരേപോലത്തെ ആവുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം വിചാരിക്കാറുണ്ട് ഇത് വാങ്ങണമെന്ന്. പിന്നെ നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമുക്ക് ഈ കപ്പ് അടുക്കളയിലത്തെ സംഗതികൾ അതിനോടൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. നമ്മൾ അടുക്കളയൊക്കെ മാനേജ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തല്ലേ നമ്മളുടെ കിച്ചണിലേക്ക് ഇത് വേണം അത് വേണമെന്ന് ചിന്തിക്കുകയുള്ളൂ. അപ്പം അതുവരെ നമുക്ക് എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിൽ പെടുന്ന വല്ല സംഗതികൾ വേണമെന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. അതുപോലെയൊക്കെ തന്നെ ഞാനും എനിക്കും ചെറിയ കുട്ടിയായിരുന്നപ്പോഴും അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ വരെയും ഈ ഭാഗത്തേക്കുള്ള സംഗതികൾ അല്ലെങ്കിൽ എൻ്റെ കിച്ചണിൻ്റെ മോടി കൂട്ടാനുള്ള ഒരു സാധനങ്ങളും ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല കേട്ടോ.
അവിടെ നിന്ന് ആ കപ്പ് വാങ്ങിയിട്ട് പിന്നെ ഇതാ ഇവിടെ ഒരുപാട് കപ്സ് ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് 2 എണ്ണം 100 രൂപയ്ക്ക് കിട്ടുന്ന കപ്പുണ്ട്, ഒരെണ്ണം 80 രൂപയായിട്ടുള്ളതുണ്ട്, ഒരെണ്ണം 100 രൂപയായിട്ടുണ്ട്. അതായത് 60 രൂപ തൊട്ടൊക്കെ കിട്ടും കേട്ടോ. കുറച്ച് വലിയ മഗ്ഗൊക്കെ മുകളിലിരിക്കണതൊക്കെ ഒരെണ്ണം 80 രൂപയ്ക്കാണ് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ കണ്ടോ ഈ സെറാമിക്കിൻ്റെ കോയിൻ ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പിന്നെ കോയിൻ ബോക്സിന് ക്ഷാമമില്ലാത്തത് കൊണ്ട് അതൊന്നും ഞാൻ വാങ്ങാൻ പോയില്ല കേട്ടോ. ആ മുയലിൻ്റെ കോയിൻ ബോക്സൊക്കെ വേണമെന്ന് കുട്ടിങ്ങനെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു വീട്ടിലുണ്ടല്ലോ ഓനെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയില്ല. ഇതാ ഈ ഒരു സ്മൈലിയുടെ കപ്പ് കണ്ടോ, അങ്ങനത്തെ കപ്പ് വാങ്ങിയിട്ടോ. ഇതൊക്കെ ഗ്ലാസിൻ്റെ നല്ല ഭംഗിയുള്ള കപ്പൊക്കെയാണ്. ഇതിനൊക്കെ ഓരോന്നിനും ഇത്ര റേറ്റ്, 3 എണ്ണം 100 രൂപയോ അങ്ങനെയൊക്കെയാണ് റേറ്റ് കേട്ടോ. 3 എണ്ണം 100 രൂപ, നല്ലതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് അടുത്ത ഗ്ലാസിൻ്റെ ഓൾറെഡി 2-3 ചെറിയ കപ്പുണ്ട്. പിന്നെ നമുക്ക് ഈ എക്സിബിഷൻ ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഒരു 3-3.5-4 മണിക്കൂറോളം കാണാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടന്ന് പോകുമ്പോൾ നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ. ആവശ്യമുള്ളത് മാത്രം നോക്കി കുറേ തവണ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരും നമുക്ക് എന്താ വേണ്ടാത്തത്. പിന്നെ ഇങ്ങനെ കൗതുകമുള്ള സാധനങ്ങളുടെ അടുത്ത് കുറച്ച് നേരം നിന്ന് ആ കൗതുകം തീരണവരൊന്ന് കുറച്ച് നേരം നിൽക്കുമ്പോൾ നമുക്ക് ഒരു റിയലൈസേഷൻ വരും. ഒന്ന് ചിന്തിക്കാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വേണ്ട, ഇത് അത്യാവശ്യമില്ല അങ്ങനെ തോന്നും. അപ്പോൾ പിന്നെ അവിടെ വെച്ചിട്ട് പോരാൻ പറ്റും കേട്ടോ ഈസി ആയിട്ട്. അതിപ്പോൾ കുറച്ചും കൂടി പ്രായം കൂടി വന്നപ്പോൾ എന്താ പറയുക, പ്രായം കൂടി വന്നപ്പോൾ ആർജിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ തനിയെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി എന്ന് പറയില്ലേ, അങ്ങനെ വേണം പറയാം. പിന്നെ അത് നമ്മൾ വീണ്ടും നടന്ന് വന്നപ്പോൾ നിറച്ചും ഡ്രസ്സ്, കുട്ടികളുടെ ഡ്രസ്സും വലിയ ആൾക്കാരുടെ ഡ്രസ്സും അങ്ങനെ ഒരുപാട് ഡ്രസ്സ്, കുട്ടിപ്പാവാടയൊക്കെ ഇട്ടിട്ട് ഇതിന് കുറച്ച് സംഗതികൾക്ക് ഫിക്സഡ് റേറ്റ് ഉണ്ട്, ചിലത് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഈ ഫിക്സഡ് റേറ്റ് എന്ന് അവർ എഴുതിയിരിക്കുന്നതിന് ഫിക്സഡ് റേറ്റ് ആട്ടോ, അവരുടെ അടുത്ത് കുറച്ച് ചോദിച്ചാൽ അവർ തരില്ല. അപ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെ പല ഡ്രസ്സും പലതും നോക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നൊക്കെ ഈ ഒരു ഫ്രോക്കൊക്കെ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ അത് വേണ്ട, നമുക്ക് വേറെ നോക്കാടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ വലിച്ചു പിടിച്ച് കൊണ്ടുവന്നു കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, നല്ലതൊക്കെ തന്നെയായിരിക്കും. അത് മോശം ക്വാളിറ്റി ആയിട്ടല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം വാങ്ങാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഇത് നോക്കി വെച്ച് പോയിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു വരവ് കൂടി വരാമല്ലോ, അപ്പം മേടിക്കാമല്ലോ അങ്ങനെ. പിന്നെ ഇതാ വീണ്ടും ഈ ഫാൻസി സ്റ്റോറ് വന്നു കേട്ടോ. ഫാൻസി സ്റ്റോർ വന്ന് ഇവിടെ നല്ല ഭംഗിയുള്ള ക്ലിപ്സും നല്ല ഭംഗിയുള്ള കുറേ ക്ലിപ്സ് ഉണ്ട്. നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഓപ്ഷൻസ് കിട്ടില്ലേ, ഇതുപോലെയുള്ള ഒരുപാട് കടകളുള്ളപ്പോൾ ഒരുപാട് ചോയ്സസ് കിട്ടുമ്പോൾ നല്ലതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു 4 എണ്ണത്തിൽ നിന്ന് ഒന്നും സെലക്ട് ചെയ്യേണ്ട അവസ്ഥയില്ല. നമുക്കിങ്ങനെ നോക്കി സമയം ഉണ്ടെങ്കിൽ നിന്ന് നോക്കി ഏതാ വേണ്ടത് വെച്ചാൽ അങ്ങനെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ കുറേ നല്ല ഹെയർ ബാൻഡ്സ് കണ്ടു. ഇതിലൊന്നും എനിക്ക് അവൾക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾക്ക് ഹെയർ ബാൻഡ് വേണ്ട. അപ്പം ശരി, വേണ്ടാത്തത് നമ്മൾ നിർബന്ധിച്ച് മേടിച്ച് കൊടുക്കണ്ടല്ലോ. അവിടെ നിന്ന് പിന്നെ ഇതാ വീണ്ടും ഇങ്ങനെ നടന്ന് നമ്മൾ അടുത്ത സ്റ്റോളിലേക്ക് ഒരുപാട് സമയം നിൽക്കണമൊന്നുമില്ല കേട്ടോ. അടുത്ത സ്റ്റോളിലേക്ക് ഇങ്ങനെ പോവാണ്. കുറേ കമ്മലുകളുണ്ട്, കുറേ ടോയ്സ് ഉണ്ട്, ബാഗ്സ്, പുറത്തുനിന്നുള്ള എന്താ പറയുക വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള പ്രൊഡക്ട്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിറയെ ടോയ്സാണ്. കിലുക്കി അത് കഴിഞ്ഞ് കുറേ ബാഗ്സിൻ്റെ സെഷൻ വന്നു. അപ്പോൾ ബാഗിനൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ആണെന്ന് ചോദിച്ചാൽ അല്ല, 200, 300, 250 ആ ഒരു റേഞ്ചിലാണ് വിലയൊക്കെ വരുന്നത് കേട്ടോ. നമുക്ക് അത്രയ്ക്കങ്ങ് തൊട്ടാൽ പൊള്ളുന്ന വിലയുള്ള സാധനങ്ങൾ മാത്രമല്ല, അതല്ലാതെ ഒരു മിനിമം റേറ്റിന് കിട്ടുന്ന അല്ലെങ്കിൽ ആ കൊടുക്കുന്ന റേറ്റിന് വർത്തായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ അതൊക്കെ 300, 250 എന്തോ ആണ്. ഈ ഒരു ബാഗ് കുട്ടിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അത് നമ്മൾ കാണിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ചു. ഓക്കെ, വാങ്ങിയില്ല കേട്ടോ. കാരണം അവൾക്ക് ഇവിടെ കൊണ്ടുവന്ന അത് കുറച്ച് നേരത്തെ കൗതുകമേ ഉള്ളൂ, പിന്നെ അതിനുള്ള യൂസില്ല. അതിവിടെ എവിടെയെങ്കിലും വഴിയിൽ കിടക്കും. അങ്ങനെ വഴിയിലിടാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ മേടിക്കാനുള്ളൊരു ഫിനാൻഷ്യലി നമ്മൾ അത്ര സൗണ്ടല്ലാത്തത് കൊണ്ട് അങ്ങനെ യൂസ്ഫുള്ളായിട്ടുള്ള സംഗതികൾ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ സന്തോഷത്തിന് എന്തെങ്കിലും കഴിക്കാൻ മിഠായി, ഐസ്ക്രീം, ജ്യൂസ്, ചിപ്സ് അങ്ങനെ നമ്മൾ അങ്ങനെയാണ് ഫോക്കസ് ചെയ്യണത് കേട്ടോ. അല്ലാതെ കാണുന്ന മുഴുവൻ വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ഐഡിയ ഇല്ല എന്നുള്ളതിനേക്കാളും
നമുക്കത് വർത്താണോ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഇത് ജ്യൂത്തീസിൻ്റെ ഷോപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇത് ഒരു മിഠായി കടയാണ് കേട്ടോ. ഈ കടയിൽ കിട്ടാത്ത മിഠായികളില്ലേ, പഴയ പണ്ട് സ്കൂളിൽ പോയി 90s കിഡ്സിനൊക്കെ ഓർമ്മയുള്ള കുറേ മിഠായി ഉണ്ട് ഇവിടെ. മറ്റേ കടിച്ച പിടിച്ച മിഠായി, കമ്മറുകട്ട മിഠായി, പിന്നെ പലതരം ഹൽവ, അങ്ങനത്തെ ഒരുപാട് മിഠായികളുള്ള കടയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പേര് എനിക്കിത് എത്ര കണ്ടും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കടല മിഠായി, പലതരം മിഠായികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു കൂളറിൻ്റെയൊക്കെ അവരുടെ ഒരു പരസ്യമല്ല, അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മേടിക്കും ചെയ്യാം കേട്ടോ. കട തന്നെയാണ്. നല്ല ക്രൗഡ് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് തിരക്കുണ്ട്. ഞാൻ പരമാവധി ആളുകളുടെ മുഖമൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്ര കണ്ട് നടന്നിട്ടുണ്ടെന്ന് അറിയില്ല, കാരണം ഇത്ര തിരക്കുള്ള ഒരു സ്ഥലമല്ലേ. ഇപ്പോൾ നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്താലും ആരുടെയെങ്കിലുമൊക്കെ തലയും ബാക്ക് സൈഡൊക്കെ ഇത് കിട്ടും. അങ്ങനെ കിട്ടാതെ നമുക്ക് അത്ര ക്ലീൻ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഇതിൽ പെട്ടിട്ടുള്ള എൻ്റെ വീഡിയോയിൽ ഫേസ് വന്നിട്ടുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പെട്ടതിൽ കേട്ടോ, നിങ്ങൾ പെർമിഷൻ ഇല്ലാതെ. പക്ഷേ ഇതൊരു പബ്ലിക്കായിട്ടുള്ള ഒരു ഇവൻ്റ് ആയതുകൊണ്ട് എല്ലാവരും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇപ്പം ഞാനും എൻ്റെ കുട്ടി, എൻ്റെ അമ്മയൊക്കെ നാട്ടുകാരുടെ വീഡിയോയിൽ പെട്ടിട്ടുണ്ടാവുമായിരിക്കും എന്ന് സമാധാനിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോവാണ്. ഇവിടെ നിറയെ പൗച്ചസും വാട്ടർ ബോട്ടിൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അമ്മ പൗച്ച് എടുത്തു, ഞാൻ തിരിച്ചു വെപ്പിച്ചു. വേണ്ട, സ്കൂൾ തുറക്കാറാകുമ്പോൾ മേടിക്കാൻ പറഞ്ഞിട്ട് അവിടെ ചോദിച്ചിട്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ എടുത്തു. ഈ വാട്ടർ ബോട്ടിലിൽ ഇവർ 180 രൂപയാണ് കേട്ടോ പറയണത്. ഇതൊരു 900 ml ബോട്ടിലാണ്. 180 റുപ്പീസാണ് കേട്ടോ അതിന്. ഇത് പുറത്ത് എനിക്ക് തോന്നുന്നു ഹൈ റോഡിലൊക്കെ കുറച്ചും കൂടി ചീപ്പർ റേറ്റിന് കിട്ടുന്നുണ്ടാവുന്നു. ഞാനത് എന്തായാലും വാങ്ങിയില്ല. വേറൊരു വാട്ടർ ബോട്ടിൽ നമ്മൾ വാങ്ങി, പക്ഷെ ഇത് വാങ്ങിയില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നല്ലോണം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു വില വ്യത്യാസം, അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മളിതൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലാണ് നമുക്ക് എത്ര കണ്ടും ലാഭമാണ് നഷ്ടമാണ് എന്നുള്ളതൊക്കെ അറിയുള്ളൂ. പിന്നെ ഇതൊരു രസമാണ്. എക്സിബിഷന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൃശ്ശൂരുള്ള ആൾക്കാരൊക്കെ മെയിനായിട്ടും നമ്മൾ ഫാമിലി ആയിട്ട് കുറച്ച് ടൈം, ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യുന്നൊരു കാര്യമാണ് എക്സിബിഷൻ. നല്ല ജോളി അടിച്ച് നടക്കുക, എന്തെങ്കിലുമൊക്കെ വാങ്ങുക. വഴിയിലൊക്കെ കുറേ മിഠായി, കടല, പോപ്കോൺ, ഐസ്ക്രീം, ബജ്ജി, ഇതൊക്കെ കിട്ടും. അതൊക്കെ കുറിച്ചുകൊണ്ട് നടക്കുക. ഒരു സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതിനേക്കാളും ഞാൻ പറയാൻ മനസ്സിലായോ, സാധനങ്ങൾ മേടിക്കുക എന്നുള്ളതിനേക്കാളും നമ്മൾ ഒന്നിച്ചുള്ള കുറച്ച് നല്ല ടൈം, അതിപ്പോൾ ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിലും ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും നമുക്കിഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് വരികയാണെങ്കിലൊക്കെ അങ്ങനെ ഒരു കുറച്ച് അവേഴ്സ് ഓഫ് ടുഗെദർനെസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതാണ് ഇവിടെ. വീണ്ടും 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 തുണിക്കടകളും വീണ്ടും കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ഇവിടെയൊക്കെ ഈ ട്യൂണിക് ടോപ്സ് ഒരുപാടുണ്ട് കേട്ടോ. അത് വലിയ റേറ്റൊന്നുമില്ല, വലിയ റേറ്റിൽ പറഞ്ഞാൽ 200, 300 ആ റേറ്റിൽ. പിന്നെ പലാസോസ് ഉണ്ട്, പാവാട ഉണ്ട്. 350 റേറ്റ് വരുന്നത്. മറ്റേ അംബ്രല്ല സ്കേർട്ടില്ലേ, ഒരു ടൈമിൽ ട്രെൻഡായിട്ടുണ്ടായിരുന്നു റാപ്പ് അറൗണ്ട് സ്കേർട്ട്, അങ്ങനെ കുറേ സംഗതികളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുഞ്ഞി ട്യൂണിക് ടോപ്സ്, ഡബിൾ ഷെയ്ഡഡ് ഷർട്ട്സ്. ഞാൻ എല്ലാത്തിൻ്റെയും വിലയൊന്നും ചോദിച്ചില്ല കേട്ടോ. ചോദിക്കാൻ പറ്റുന്നതൊക്കെ ചോദിച്ചു. പിന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ വാങ്ങാനാണോ എന്ന് ചിലപ്പോൾ വിചാരിക്കും. വാങ്ങാനല്ലെങ്കിലും ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും എല്ലായിടത്തുനിന്നൊന്നും ചോദിച്ചില്ല. കുട്ടി ഇങ്ങനെ ചെറിയ ടോപ്സ് കാണുമ്പോഴേ, ചെറിയ ട്യൂണിക് ടോപ്സൊക്കെ കാണുമ്പോൾ അവൾക്ക് പറ്റുന്ന ഡ്രസ്സ് അത് വിചാരിച്ചിട്ട്, അമ്മ ഇതെനിക്ക് നല്ലതായിരിക്കും, കാരണം ഇതൊക്കെ നല്ലതായിരിക്കില്ല. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഷോൾസും കാര്യങ്ങളൊക്കെയാണ്. ഇത് 750 അവിടെ ഞാൻ റേറ്റ് കണ്ട്. 799. ഈ ഒരു സിംഗിൾ ഷോളിന് 799 റേറ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷോൾസൊക്കെയാണ് പുറത്തുനിന്നുള്ളവരുടെ തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ കുറേ പൽപ്പൊടി, അങ്ങനെ കുറേ തരം പൊടികളും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് വാക്യൂം ക്ലീനറിൻ്റെയൊക്കെ ഒരു സ്റ്റോളാണെന്ന് തോന്നുന്നു. അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ ഇവിടെ കുറേ ടേബിൾ കവർ, അത് നമുക്ക് വേണമെങ്കിൽ മുറിച്ച് മേടിക്കാവുന്നതും ഉണ്ട്. അതല്ലാതെ സൈസ് അനുസരിച്ചിട്ട് ഒരു ഡിഫോൾട്ട് സൈസ് ഉണ്ടാവുമല്ലോ, ആ സൈസ് അനുസരിച്ചിട്ട് മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മളൊന്നും വാങ്ങിയില്ല. നെക്സ്റ്റ് ഷോപ്പ് ഇവിടെ കുറേ കീടനാശിനിയോ അങ്ങനെ ഏതാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ ഒരു ചപ്പാത്തി പ്രസ്സിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് വേണമെങ്കിൽ മേടിക്കാം. ഇവിടെ അരിവാൾ, കുടവാൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇത് സീഡ്സിൻ്റെ, ഫ്ലവറിങ് സീഡ്സിൻ്റെ ഒരു സ്ഥലമാണ്. നമ്മളവിടേക്ക് നോക്കി തന്നെ ഇല്ല. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോയപ്പോൾ ഒരു കഷ്ണം പെട്ടതാണ് എടുത്തത്. പിന്നെ അവിടെ ഒരു ഹൽവ കടയുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ഹൽവയുണ്ട്. നമുക്ക് പൊതുവെ മധുരം അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഹൽവയൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഇത് ഈ ചൂട് പിടിക്കാനുള്ള കിഴി, വാട്ടർ ബാഗ്സിൻ്റെ പല ഇതിലുള്ള ഓൺലൈനിലൊക്കെ കാണാറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതൊന്ന് വാങ്ങി. ഇതിൻ്റെ വില എത്രയാണെന്നുള്ളത് അപ്പം ഞാൻ ചോദിച്ചില്ല. ഇത് അമ്മ വാങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കി ഇനി വീണ്ടും ഫ്രണ്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ നോക്കി ഷൂട്ട് ചെയ്ത് പോയപ്പോൾ പേര് വായിച്ചില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നോക്കിയില്ല. ചിലതൊക്കെ ഞാനിപ്പോൾ ഈ വോയിസ് ഇടാൻ നോക്കുന്ന നേരത്താണ് കേട്ടോ കാണുന്നത്. എന്താണ് ഞാൻ കാണാത്തതെന്ന്. അവിടെ അമ്മ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അനിയത്തിയും ഹസ്ബൻഡും കുട്ടികളും ഓൾറെഡി എക്സിബിഷൻ ഹാളിലുണ്ട്. അവരെവിടെ എത്തി എന്നാണ് കേട്ടോ നമ്മൾ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അവർ കുറച്ചും കൂടെ ഫ്രണ്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി, നമ്മൾ അവരുടെ അടുത്ത് നടന്നോളാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് ഇടയ്ക്കൊന്ന് മീറ്റ് ചെയ്യാം, നടന്നു ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും ഇത് ഞാൻ കാണിച്ച ക്ലിപ്പ് തന്നെ പിന്നെയും കാണിക്കല്ലോ കേട്ടോ. വേറെ സ്ഥലങ്ങൾ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് ഉണ്ട്. ഞാൻ ഇതെൻ്റെ മോൾക്ക് മേടിക്കാമെന്ന് വെച്ചിട്ട് കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടിക്ക് വേണ്ട. പിന്നെ ഞാനിപ്പോൾ എന്തിനാണ് വേണ്ടാത്ത സാധനം പറഞ്ഞ പോലെ മേടിക്കുന്നത്. വാങ്ങിക്കൊടുത്താൽ അവൾ വെക്കും. ഞാൻ ഈ വീഡിയോ സ്പീഡാക്കാത്തത് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട്, ഇതെന്താ കുറച്ച് സ്പീഡാക്കി കാണിച്ചൂടെ, അല്ലെങ്കിൽ എന്തിനാ ഇത് ഇങ്ങനെ ഇട്ട് ഇഴക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സ്പീഡാക്കി കാണണമെങ്കിൽ നമുക്ക് സ്പീഡിൽ വീഡിയോ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ നരേഷനും വീഡിയോയും രണ്ടും നിങ്ങൾക്ക് സ്പീഡായിട്ട് കാണാൻ പറ്റും. ഇത് ഈ ഒരു സ്പീഡിൽ തന്നെ കാണണം എന്ന് വിചാരിക്കണ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, കറക്റ്റായിട്ട് കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി, എക്സിബിഷന് പോകുന്നില്ല അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ സ്പീഡാക്കാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡാക്കിയിട്ടോ, എങ്ങനെയാണെന്ന് വെച്ചാൽ കാണാം, നിർത്തി കാണാം, അല്ലെങ്കിൽ സ്കിപ്പടിച്ച് കാണാം, നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ഒരു ചിപ്സിൻ്റെ കട കഴിഞ്ഞു കേട്ടോ. നിറയെ ചിപ്സും പലതരത്തിലുള്ള ചിപ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. അതൊരു നല്ല പരിപാടിയാണ്. നമുക്ക് എല്ലായിടത്തും അച്ചാറും ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തരും. വീണ്ടും വാട്ടർ ബോട്ടിലിൻ്റെ ഒരു ഷോപ്പ് വന്നു. നമുക്കൊരു വാട്ടർ ബോട്ടിൽ വേണം എന്നുണ്ടായിരുന്നുകൊണ്ട് അവിടെ പിന്നെയും നിന്നു. പല വാട്ടർ ബോട്ടിൽ നോക്കി. അപ്പം ഞാൻ നോക്കണത് വെറുതെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെക്കാൻ പറ്റിയ പോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ കിച്ചൺ ടൂൾസും അതല്ലാതെ കട്ടിങ് പ്ലെയർ അങ്ങനത്തെ കുറേ ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളില്ലേ, നോൺ സ്റ്റിക്കിൻ്റെ അല്ല, കാസ്റ്റ് അയണിൻ്റെ കുറേ വറുത്തിടുന്ന പാത്രം, ചീഞ്ചട്ടി, അങ്ങനെ ഇതൊക്കെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഇതിൽ പീനട്ട്സ് ഉണ്ട്, ചിക്ക് പീസ് ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, കാഷ്നട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ പലതരത്തിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇത് വേണ്ട. അപ്പോൾ പിന്നെ വേണ്ടെങ്കിൽ വേണ്ട. അവൾക്ക് കൊടുത്തത് കപ്പലണ്ടിയുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മളത് വേറെ വാങ്ങിയില്ലേ. നേരെ പിന്നെ നടന്നു കേട്ടോ. ഇവിടെ ഞങ്ങളുടെ മറ്റേ ലോട്ടസിൻ്റെ ഇതുണ്ടല്ലോ, ലോട്ടസ് സീഡ്സ്, അതിരിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലെ ബോക്സ് കണ്ടോ, വൈറ്റ്, ഇത് ലോട്ടസ് സീഡ്സ് ആണ്. പിന്നെ പലതരത്തിലുള്ള നട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരാൾ നമുക്ക് ചിയ സീഡ്സ് അല്ല, ഫ്ലാക്സ് സീഡ് കൊണ്ടുവന്നു കേട്ടോ. ഫ്ലാക്സ് സീഡ് ഉപ്പിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാൻ ആളിങ്ങനെ നടന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. കിവി ഉണ്ട്, പലതരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ട്. അതൊക്കെ ഹൈ ഷുഗറാണ്. പിന്നെ ഇതാണ് പിന്നെ ഒരു ഷോപ്പ്. നമ്മളിവിടെ നിന്ന് മുണ്ടൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. ഏട്ടനായിട്ട് വരുമ്പോൾ ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ, അതായത് കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ നമ്മൾ ഒറ്റ മുണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ മുണ്ടൊന്നും വാങ്ങിയില്ല, നോക്കി. ഇതൊക്കെ കുട്ടികളായിട്ട് വരുമ്പോൾ നമ്മുടെ കാശ് ഇറങ്ങുന്ന സ്റ്റോളുകളാണ് കേട്ടോ. ഈ ഒരു ജിക്സോ പസിൽ, കളറ്, മറ്റേ എന്താണ് ആ സ്ലേറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ മാക്കണത്, അങ്ങോട്ടും ഇങ്ങോട്ടാക്കുമ്പോൾ മാക്കണത്, അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ മുമ്പേ വാങ്ങിയിട്ടുള്ള സംഗതികളാണെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഞാൻ അധികവും ഇപ്പോൾ പറയേണ്ടവ അത് വാങ്ങിയില്ല ഇത് വാങ്ങിയില്ല എന്നറിയാം. നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഇത് കാണുക, കണ്ട് സന്തോഷിക്കുക, കണ്ണ് നിറയുക, മനസ്സ് നിറയുക എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ പേഴ്സിൽ പൈസ ഇറങ്ങുക എന്നുള്ളത് വെയിറ്റേജ് കുറവാണ്. അതുകൊണ്ട് ഒരുപാട് മേടിക്കുന്നില്ല, എന്നാലും വാങ്ങുന്നുണ്ട്.
ഇവിടെ ഒരു കുട്ടി ഇത് ശരിക്കും മിസ്സായി. ഒരു കുട്ടി ഈ ഒരു വൈബ്രേറ്റർ കൊണ്ടുവന്നു കേട്ടോ മസാജ് ചെയ്യണത്. മറ്റേ കുട്ടി ഇങ്ങനെ ബുക്ക്, അതൊരു മാജിക് ബുക്ക് പോലെയാണ്, അത് കളർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഘോഷ് എന്താ ഈ സംഗതിക്ക് പറയാം, ഞാൻ കാണിച്ചു തരാം. ഒരു പിങ്ക്, ഇത് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പക്ഷെ നല്ല വിലയാണ്, ഇത്രയും 400 ചില്ലറയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഇതാ പാറുക്കുട്ടിയുടെ കയ്യിലുള്ള ആ ഒരു സാധനം കണ്ടോ, അതിവിടെ ഞാനത് മര്യാദയ്ക്ക് വീഡിയോ എടുത്തില്ല. അതിന് 200 രൂപയാണ്, 150 രൂപയ്ക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു കേട്ടോ. പിശുക്കിയായി ഞാൻ ഇതിൻ്റെ പേരെന്താ, ഘോഷയെന്നാണോ. ഇത് നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ മേത്തൊക്കെ വെച്ച് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നുണ്ട്. നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണെന്ന് എനിക്ക് തോന്നി. ഫേസ് ഷേപ്പ് ചെയ്യാനും മസാജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. 150 രൂപയ്ക്ക് 150 തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് വാങ്ങിയില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പുറത്ത് വന്ന് വേറെ കടയിൽ ചോദിച്ചപ്പോൾ അവിടെ 250 രൂപയായിരുന്നു ആ സംഗതിക്ക്. അപ്പോൾ എനിക്കൊരു റിഗ്രറ്റ് തോന്നി, അവിടെ നിന്ന് വാങ്ങാമായിരുന്നു എന്ന്. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഒരു റെഡ് വെൽവെറ്റ് ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഈ ഐസ്ക്രീമിന് 60 രൂപയാണ്. 60 രൂപയ്ക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. പിന്നെ ഇവിടെ ലക്നവി ചിക്കൻ കാരി അല്ലെങ്കിൽ അങ്ങനത്തെ ട്രഡീഷണൽ എംബ്രോയിഡറി വരുന്ന ഒരുപാട് ടൈപ്പ് ഡ്രസ്സസും ഒക്കെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. ആ ഒരു ബ്ലൗസ് പീസിന് ഞാൻ ചോദിച്ചപ്പോൾ 800 ആണ് കേട്ടോ അവർ പറഞ്ഞത്. ഇവിടെ നല്ല ഭംഗിയില്ല നല്ല രസമുള്ള കുർത്തകളൊക്കെ ഉണ്ട് കേട്ടോ. വില വളരെ കൂടുതലായിരിക്കത്തുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വില ചോദിക്കാനായിട്ട് പോയില്ല കേട്ടോ. ജസ്റ്റ് വീഡിയോ എടുത്ത് അങ്ങനെ പോവുകയാണ്. ഇവിടുന്ന് എന്ത് വാങ്ങിയാലും അത്ര നഷ്ടം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നല്ലതാണ്, വേർത്താണ്, നല്ല ഭംഗിയുള്ള സംഗതികളാണ് കേട്ടോ. ഭംഗി കുറവൊന്നുമില്ല, നല്ലതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം ഒരു പകുതിയായി കേട്ടോ, എക്സിബിഷൻ പകുതിയായി. അപ്പോൾ ഇവിടെ ഇനി കുലുക്കി സർബത്ത് കാരണം പകുതിയാകുമ്പോഴത്തേക്കും നമ്മളൊരു വഴിയാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അങ്ങനെയാണ് ആ സ്റ്റോളുകൾ അവർ അറേഞ്ച് ചെയ്ത് പോയിട്ടുള്ളത്. ഒരു സെക്ഷൻ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചും കുറിച്ചും ഒക്കെ പറ്റണം എന്നുള്ള രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഒരു സ്റ്റോൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു സ്കൂട്ടറിൻ്റെയൊക്കെ അവരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കത്തി, കടാര, കുടുവാൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. കുടുവാളല്ല, ഈ കുപ്പി കഴുകണ ബ്രഷാണ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് ആക്ച്വലി ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഓർഡർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇത് വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കടയിലാണ് ഈ ഒരു സംഗതിക്ക് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 250 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. 150 രൂപയ്ക്ക് ആ കുട്ടരുടെ അടുത്ത് മേടിച്ചാൽ മതിയായിരുന്നു എന്ന്. സാരമില്ല, നമുക്കിനി ഒരു വരവ് കൂടി വരാമല്ലോ, അപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് ഒരുപാട് ഡെക്കോർ പീസസാണ്. നമുക്ക് അതൊന്നും വയ്ക്കാൻ പാകത്തിനുള്ള നല്ല ഭംഗിയുള്ള സ്പേസ് അല്ലെങ്കിൽ അതിപ്പോൾ നമുക്കൊരു അത്യാവശ്യമല്ല, അതുകൊണ്ട് നമ്മളതിലേക്ക് നോക്കിയില്ല കേട്ടോ. ജസ്റ്റ് വീഡിയോ എടുത്തു മതി. പിന്നെ സോളാറിൻ്റെ ഇലുസ്ട്രേഷൻസും കാര്യങ്ങളുണ്ട്. കുറേ ഈ കുഞ്ഞു ചാംസും വിൻ ചെയിനും കീ ചെയിനും കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം, അങ്ങനെ എന്താ വേണ്ടത് അച്ഛനും അമ്മയും ഇല്ലാത്ത എല്ലാതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ അത്രയധികം സാധനങ്ങൾ അവൈലബിൾ ആണ്. എന്താ ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത്രയും സംഗതികൾ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ നോൺ വെജ് ഒന്നും കിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇല്ല, നോൺ വെജ് ഒന്നും കിട്ടില്ല. വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ്, ബജി അതൊക്കെ കിട്ടും. പാവ് ബജി, പാനിപൂരി, ദോശ അതൊക്കെ കിട്ടും. നോൺ വെജ് കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ് കേട്ടോ. കുറേ പാനുകളിൽ പലതരത്തിലുള്ള അതൊക്കെയാണ് കേട്ടോ. ജീരക മിഠായി അങ്ങനെ. പിന്നെ ചീർപ്പ്, തിക്കന്തരക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഞാൻ കാണിക്കുന്നതെന്ന് തന്നെ എനിക്ക് കാണാനില്ല. അതാണ് ഈ വോയിസ് ബ്രേക്ക് ആവണത് കേട്ടോ. ഇത് അഗെയിൻ കുറേ നല്ല ഭംഗിയുള്ള ചുരിദാർ സെറ്റ് മെറ്റീരിയൽസൊക്കെയാണ്. എപ്പോഴും നമ്മൾ കാണുന്ന സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ബാംഗിൾസ് അല്ലേ, ബാംഗിൾസിൻ്റെ ഷോപ്പാണ്. രാജസ്ഥാൻ ബാംഗിൾസാണ്. നല്ല ഭംഗിയുള്ള ട്രഡീഷണലായിട്ടുള്ള നല്ല ബാംഗിൾസ് ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ അടുത്ത് ഈ കണ്ടോ, ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ബാൻഡാണ്. അപ്പോൾ ഇതിന് 300 ആണ് കേട്ടോ. ഇതിങ്ങനെ കളറൊന്നും പോവില്ല, നല്ലതാണ്. പക്ഷേ റേറ്റ് 300 ആണ്. ഞാൻ ഒന്ന് നോക്കി സന്തോഷിച്ച് ചിരിച്ചു, അവിടെ തന്നെ തിരിച്ചു വെച്ചു കേട്ടോ. ഞാനത് വാങ്ങിയില്ലേ. ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അത് ഞാൻ ചെറുതിന് അല്ലെങ്കിൽ സിൽവർ കളറിൻ്റെ റേറ്റ് കുറവാകുമെന്ന് വിചാരിച്ച് വെച്ചു. അത് റേറ്റ് കുറവൊന്നുമില്ല, 300 തന്നെയാണ്. എനിക്കത് കൂടിയ റേറ്റായിട്ട് തോന്നിയിട്ടല്ല, അത് അത്രയൊക്കെ തന്നെ കാണുമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, വാങ്ങി എക്സ്പീരിയൻസ് ഉള്ളവർ പറയാം കേട്ടോ ഇതിനൊക്കെ ഇത്രയൊക്കെ റേറ്റ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു 300 രൂപ എന്നുള്ളത് അത്ര കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇത് പലതരത്തിലുള്ള അച്ചാർ,
ഈ സ്മെല്ല് ഇവിടെ കുറച്ച് നേരം നിൽക്കാൻ തന്നെ നല്ല രസമാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. മുളകച്ചാറ്, മാങ്ങച്ചാറ്, നെല്ലിക്കച്ചാറ്, തേൻ നെല്ലിക്ക, എന്തൊക്കെ പിടിച്ച അച്ചാർ ഇടാൻ പറ്റുമോ അതൊക്കെ പിടിച്ച അച്ചാർ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. നല്ല ആ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല എരിവായിരിക്കും, നല്ല സ്പൈസി ആയിരിക്കും, പക്ഷേ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ അത്ര സംഗതികളാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത്, ഞാൻ ഇവിടെയാണ് കുറച്ച് നേരം നിന്നത്. ഇവിടെ നിന്ന് ഞാൻ ഈ രണ്ടും മേടിച്ചു. ഇത് നമ്മുടെ മുണ്ടൊക്കെ കളർ മുക്കുന്ന കോടി കളറും വൈറ്റ് കളറും മുണ്ടിനൊക്കെ സെറ്റ് മുണ്ടൊക്കെ ഒരു പുതുമ നിലനിർത്താൻ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബ്യൂട്ടി ബാർ വാങ്ങാൻ ആ ചേച്ചി ആവുന്നതും ഞങ്ങളെ പ്രലോഭിപ്പിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടമ്മ, 100 രൂപയാണ് കേട്ടോ ഒരു സോപ്പ്. ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിയില്ല. ഇവിടുത്തെ കുറേ ഹോം മെയ്ഡായിട്ടുള്ള സോപ്പൊക്കെയാണ്. ഇപ്പോൾ ഇങ്ങനെ യൂണിറ്റൊക്കെ ഉണ്ടാവുമല്ലോ, കുടുംബശ്രീ യൂണിറ്റ് അതുപോലെയുള്ള, അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകൾ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു അവരുടെ ഒരു സ്റ്റോളാണ് കേട്ടോ. പലതരത്തിലുള്ള സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു പോകുന്നു. പല പൊടികൾ, അച്ചാറ് പൊടികൾ, സോപ്പ് തന്നെ ഇങ്ങനെ പാക്കായിട്ട് 6 7 ഒക്കെ പാക്കായിട്ടുള്ളതുണ്ട് കേട്ടോ. അയ്യോ, വോയിസ് കൊടുത്ത് എനിക്ക് വയ്യാതെ. ഇതാ അപ്പോൾ നമ്മൾ എന്താ താഴത്തേക്ക് ഇറങ്ങണേ, ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടും കയറിയിട്ടും ഒക്കെ ഇങ്ങനെ ഒരു റൗണ്ടിന് ചുറ്റിയാണല്ലോ ഈ എക്സിബിഷൻ ഹാള് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു റൗണ്ടിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇനി ഇതാ ഇവിടെ ഒരു കുറച്ച് നോട്ടീസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ കിട്ടിയ നോട്ടീസൊക്കെ മേടിച്ചതൊക്കെ നട്ട്സാണ് കേട്ടോ. ഇവിടെ നിന്ന് നട്ട്സ് നമ്മൾ സാധാരണ വാങ്ങാറുണ്ട്. ഫ്രൈഡ് നട്ട്സ് കിട്ടും, പിന്നെ ഇതാ നിറയെ മിഠായി കിട്ടും, പേട, എന്താണ് മറ്റേ സാധനം വേഫർ സ്റ്റിക്സ്, അങ്ങനെ കുറേ സംഗതികൾ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ കുറേ കുട്ടികളെ ബുക്സൊക്കെയാണ്, നിറച്ച് ബുക്സ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ബുക്ക് വായിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ് കേട്ടോ. ഇത് കുറേ നാമപുസ്തകങ്ങൾ, പിന്നെ ഈ പണ്ടൊക്കെ നമ്മളിതൊക്കെ മേടിച്ച് ചുമരിലൊക്കെ ഒട്ടിക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു പൂച്ചക്കുട്ടികളെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. ഇത് വേണമെന്ന് ചോദിച്ചു, പറഞ്ഞു വേണ്ട. ഓക്കെ, എന്നാൽ പിന്നെ അത് വേണ്ട. പിന്നെ അവിടത്തും പോന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ കടയുണ്ട് കേട്ടോ. നിറച്ച് പ്ലാന്റ്സിൻ്റെ ഈ ഡെക്കോറായിട്ടുള്ളതാണ്. ഇതിന് മെയിൻ്റനൻസ് ഇല്ലല്ലോ. പിന്നെ ചെരുപ്പ് കടയാണ്, സൈഡിലുള്ളത് ചെരുപ്പ് കടയാണ്. വളരെ റേറ്റ് കുറവിന് 100 രൂപയ്ക്ക് 150 രൂപയ്ക്കൊക്കെ ചപ്പൽ ബാഗൊക്കെ കിട്ടും കേട്ടോ നമുക്ക്. അങ്ങനെ പിന്നെ എഗെയിൻ ഇവിടെ നിറച്ച് ഹോം മെയ്ഡായിട്ടുള്ള പിക്കിൾസാണ്. ടെസ്റ്റ് പാക്സാണ് കേട്ടോ. കാരണം അത്ര വിലയുള്ളതല്ല, ചെറിയ ചെറിയ പാക്കറ്റ്സാണ്. ഇതെനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇയാൾ നിന്ന് ബജിയും കഴിച്ചിട്ട് അത് വാങ്ങാതെ അവിടെ നിന്ന് പോന്നു. വാങ്ങിയാൽ നല്ലതായിരുന്നു എന്ന്. ആ ബജി നമ്മളൊരു പീസ് കോളിഫ്ലവർ വറുത്തതാണ്. അപ്പോൾ അതിന് ഒരു പാക്കറ്റിന് മസാലപ്പൊടി മിക്സാണ്, ഒരു പാക്കറ്റിന് 50, 3 പാക്കറ്റിന് 100 രൂപ. അത് 3 പാക്കറ്റ് വാങ്ങിയാലും നമുക്ക് നഷ്ടമില്ലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ മുക്കി ഫ്രൈ ചെയ്തതാണ്, വേറെ ഒന്നും വേണ്ട. ഒരു കുറച്ച് സോൾട്ടും അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു. നമ്മൾ ആ കോളിഫ്ലവർ കഴിച്ചു, പക്ഷെ അത് വാങ്ങാതെ പോന്നു. പക്ഷേ ഇനി പോകുമ്പോൾ എന്തായാലും മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ നിങ്ങളുടെ നടന്നപ്പോഴത്തേക്കും അനീതിയും ഹസ്ബൻഡും കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കണ്ടു. ഇതാ എൻ്റെ നേരെ താഴെയുള്ള സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. വീണ്ടെന്താ ബാഗ് വരണു, ചെരുപ്പ് വരണു, ഡ്രസ്സ് വരണു, അങ്ങനെ കടകളുടെ ഒരു ബഹളമയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പം ഈ ഫോർക്ക് കണ്ടു കേട്ടോ. ഈ ഒരു പിച്ചളയുടെ കളറുള്ള ഫോർക്ക് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഫോർക്കില്ല. അപ്പോൾ ഞാൻ നൗസിക്ക് 2 ഫോർക്ക് വാങ്ങി മാഗി കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അമ്മ ഒരു 4 വാങ്ങിയിട്ടോ കുട്ടികൾക്ക് വീട്ടിലേക്ക്. അപ്പം അങ്ങനെ ഒരെണ്ണത്തിന് 20 രൂപയാണ് ഫോർക്കിന്. അങ്ങനെ അത് വാങ്ങി. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഷർട്ട്സ്, അങ്ങനത്തെ കുറേ സംഗതികളുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോളുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി പ്ലേ ഏരിയയിലേക്ക് എത്താറായി കേട്ടോ. ഇവിടെ ഇത് ബ്രദർ ഇൻ ലോ ആണ്. അപ്പോൾ ഇവിടെ മീനിൻ്റെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഇനി നമ്മളും, അതായത് ഞാനും പാറും അനിയത്തിയും കുട്ടികളും ഹസ്ബൻഡും ആയിട്ടാണ് കേട്ടോ ഇനി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യണത്. അമ്മയ്ക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് അമ്മ ഇതിൻ്റെ ഇടയിൽ കൂടെ സ്കൂട്ടാവാണ്. ശരിക്കും നമ്മൾ കണ്ടിറങ്ങുകയാണെങ്കിൽ മിനിമം 3 മണിക്കൂറാണ്. പക്ഷേ ഇടയ്ക്കൊന്ന് ഓടിച്ചാടി പോകുന്നത് കൊണ്ട് അമ്മ ആ ഒരു ടൈമിൽ പോയിട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ യന്ത്രഊഞ്ഞാൽ, മറ്റേ വഞ്ചി, ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അതിൽ കയറണം ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട്
ഒരേ ബഹളമാണ്. എനിക്ക് കുറച്ച് മോഷൻ സിക്നെസ് ഉള്ളത് കൊണ്ട് ഇതെല്ലാത്തിലൊന്നും കയറൽ നമുക്ക് നടപടിയാവാത്തതുകൊണ്ട് ഒരു ട്രെയിനിന് മാത്രം നമ്മൾ കയറിയിട്ടോ, എല്ലാവരും കൂടെ കയറി. അതിന് തന്നെ ട്രെയിൻ തന്നെ ഒരാൾക്ക് 80 രൂപയായിരുന്നു ടിക്കറ്റ്. ഇതൊന്നും ഇത് കൂടുതലാണോ കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അത് പറയാനായിട്ട്. കാരണം ഞാനങ്ങനെ ഇതുപോലെ ഫൺ പാർക്കിൽ അല്ലെങ്കിൽ ഓരോരോ റൈഡിലും ഒന്നും കയറാൻ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളോ നമ്മളങ്ങനെ ഒരുപാട് പോണ ആൾക്കാരോ അല്ല. അതുകൊണ്ട് അറിഞ്ഞുകൂടാ കേട്ടോ. വോയിസ് കൊടുത്ത് ഞാൻ ക്ഷീണിച്ചത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് വീഡിയോ സ്പീഡാക്കിയിട്ട് ഏതെങ്കിലും മ്യൂസിക് ഇടാൻ പോവാണ് കേട്ടോ. നിങ്ങൾ സമാധാനമായിട്ട് മ്യൂസിക് കേട്ടിട്ട് വീഡിയോ കാണാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീഡിയോ വോയിസ് കൊടുക്കാൻ തുടങ്ങാം. ഓക്കെ.
ഹലോ ഹലോ, ഞാൻ കുറച്ച് നേരം വോയിസ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും വോയിസ് കൊടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സ്പേസ് സെൻറ്ററിൻ്റെ ISROൻ്റെ ഒരു സ്റ്റോളാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റും ഒരു കൗതുകമൊക്കെ തോന്നാൻ പാകത്തിനുള്ള ഒരുപാട് സംഗതികളും നമ്മളുടെ പല പല സ്പേസ് എക്സ്പെരിമെൻറ്റ്സിൻ്റെ പല നാൾ വഴികൾ അങ്ങനെ. ഇപ്പോൾ നമുക്കൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാനായിട്ട് ചെക്ക് ചെയ്യണം, അഭിരുചി ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ ഈ എക്സിബിഷൻ ഹാള് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ പലതരം സ്റ്റോൾസ് ഉണ്ട്. ഇപ്പോൾ സ്പേസ് ISROയുടെ സ്റ്റോളുണ്ട്, മെഡിക്കൽ സയൻസിൻ്റെ സ്റ്റോളുകളുണ്ട്. ഇതെന്തായിരുന്നു, പിന്നെ കുറേ കാർഷിക സർവകലാശാലയുടെ സ്റ്റോളുകളുണ്ട്. അങ്ങനെ പിന്നെ കാഡറ്റ്സിൻ്റെ ആർമിയുടെ സ്റ്റോളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, നമ്മുടെ കുട്ടികൾ കുഞ്ഞു കുട്ടികളാണ്, കുറച്ചും കൂടി ഒരു 5-ലോ 6-ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ അതിനുള്ളിൽ വെച്ചിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അങ്ങനെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അതുമായിട്ട് നമ്മളൊന്നൊരു ഇൻട്രാക്ഷൻ വരണമല്ലോ. അതിന് കുട്ടികൾക്ക് പല തലങ്ങളിലുള്ള ഇൻട്രാക്ഷൻ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സ്റ്റോളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആർമിയുടെ ഒരു സ്റ്റോളുണ്ട്. ആ സ്റ്റോളിലും ചെറിയ NCC കാഡറ്റ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത്. ഇപ്പോൾ ഇത് പാറുക്കുട്ടിയും ഇഷാനിയൊക്കെ വളരെ ചെറിയ കുട്ടികളാണ്, 5 വയസ്സ് 4 വയസ്സൊക്കെ പ്രായം മാത്രമുള്ള കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അവർ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ കുട്ടികളുടെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കഷ്ടം തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ആ സ്റ്റോൾ, NCCയുടെ ഒരു നാഷണൽ കാഡറ്റ്സിൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അവർ കുറേ തോക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ അവിടെ കാഡറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾ ഭയങ്കര കാര്യമായിട്ട് തന്നെ, ചെറിയ മക്കളാണെങ്കിലും അവർക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷേ തലകുലുക്കി ഇതായി കുട്ടി കണ്ടോ, തലകുലിക്കൊക്കെ കേൾക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. NCCയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിക്കുമ്പോൾ പാറു ഇങ്ങനെ NCC അതെന്താന്നുള്ള എക്സ്പ്രഷനാണ്. പക്ഷേ എന്നാലും ആ കുട്ടി ഇങ്ങനെ പോവാം, അപ്പം അങ്ങനെ പട്ടാളത്തിൽ പോവാം, പോലീസിൽ പോവാം, അങ്ങനെയൊക്കെ ഓരോന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് തോന്നി. ഇപ്പോൾ എക്സിബിഷൻ ഇവരുടെ സ്റ്റോളിൽ എല്ലാവരും ഒന്നും എല്ലാ സ്റ്റോളിലും കയറില്ല. നമുക്ക് ഇടയ്ക്ക് നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ 3-4 മണിക്കൂർ എന്നുള്ളത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നടന്ന് വയ്യാതെയാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്ത ടോപ്പിക്സ് വരുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ചില ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുമല്ലോ. അതേപോലെ ചില സ്റ്റോളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബ്രദറിലൊക്കെ ഇതിലൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ സ്റ്റോളിൻ്റെ ഉള്ളിൽ കയറിയത് കേട്ടോ. അപ്പോൾ ഇവർക്കിങ്ങനെ കൊണ്ട് നടന്ന ആ കുട്ടി എല്ലാതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ടാറ്റോ കൊടുത്ത് എന്തായാലും പട്ടാളത്തിൽ കയറില്ലേ എന്ന് ചോദിച്ചു, ഇതേതൊക്കെ പറഞ്ഞിട്ട് അവിടെ അത് പോകുന്നു കേട്ടോ. നല്ല സ്റ്റോളായിരുന്നു. ആ സ്റ്റോളിലെ ആ കുട്ടികളുടെ ഇൻട്രാക്ഷൻ വളരെ നല്ലതായിരുന്നു, ഡെഡിക്കേഷൻ നല്ലതായിരുന്നു. എനിക്ക് നന്നായിട്ട് തോന്നി, അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കണ്ട് കഴിഞ്ഞു. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബജ്ജി കഴിച്ചു. ഞാൻ ആ മ്യൂസിക് ഇട്ട സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബജ്ജി കഴിച്ചു, കോളിഫ്ലവർ ബജ്ജി കഴിച്ചു. ബജ്ജി കഴിച്ച സ്ഥലത്ത് നമ്മൾ ഫോൺ മറന്നു വെച്ചു. എൻ്റെ ഫോണല്ല, അനിയത്തിയുടെ ഫോൺ. തിരിച്ചു പോയിട്ട് നമുക്കത് കിട്ടി കേട്ടോ, ഭാഗ്യം കൊണ്ട് കിട്ടി. യൂഷ്വലി ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നമുക്ക് ഫോണൊക്കെ മിസ്സായി കഴിഞ്ഞാൽ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല, ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകും. പിന്നെ ഇപ്പോൾ ഫോണൊക്കെ പോയാലും നമുക്ക് തിരിച്ച് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒന്ന് അയ്യോ ഫോൺ പോയോ എന്നുള്ള അവസ്ഥയിലായിട്ടോ. അങ്ങനെ പിന്നെ ഇത് മനോരമയുടെ സ്റ്റോറാണ്, മലയാള മനോരമയുടെ സ്റ്റോറാണ്. നിറയെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വെറുതെ ഒന്ന് കയറി. അപ്പോൾ ഇത് എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട് ഈ സ്റ്റോറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കയറിയത്. ഇവിടെ കയറിയിട്ട് ഈ മാഗസീൻസ്, നമ്മുടെ മലയാള മനോരമയുടെ ഓൺ മാഗസീൻസും അവരുടെ പ്രസിദ്ധീകരണങ്ങളും, അതല്ലാതെ കഥ ബുക്കുകളില്ലേ, നോവൽ, സ്റ്റോറീസ്, അങ്ങനെ കുറേ ബുക്സ് ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ നോക്കി വന്നപ്പോഴാണ് എന്തൊരു ഭംഗിയാണ് ഈ ഓരോരോ ബുക്കിൻ്റെയും കവർ പേജ് അവർ തീം വൈസ് ഡിസൈൻ ചെയ്തിരിക്കണം കാണാൻ. അങ്ങനെ പിന്നെ ഇത് ഏതാ സ്റ്റോള് എനിക്ക് തോന്നുന്നു, ഓക്കെ, ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്റ്റോളാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇത് ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ്. ഫ്രണ്ടിൽ ഗരുഡനൊക്കെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിക്കട്ടെ. അപ്പോൾ ഗുരുവായൂർ കേശവൻ്റെ ചെറിയൊരു മിനിയേച്ചറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആനയെ കണ്ടാൽ നമ്മൾ വീടില്ലല്ലോ. അപ്പോൾ ആനയുടെ ചുറ്റും നടന്നും ആനേനെ തൊട്ടും പിടിച്ചൊക്കെ ഫോട്ടോ എടുക്കലൊക്കെയാണ്
പിന്നെ ഇവിടെ കുറേ നിർമ്മിതികൾ, കുറേ ശില്പങ്ങൾ, രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള കുറേ സംഗതികളാണ്. ഓരോന്നിനും ഓരോ കഥകളും ബാക്കിൽ എന്തെങ്കിലും ഐതിഹ്യവും അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഉണ്ടാക്കിയത്, ഇന്ന സമയത്ത് യൂസ് ചെയ്തിരുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാതും ഒന്നും എനിക്കറിയില്ല. പണ്ട് കാലത്ത് അമ്പലത്തിലുണ്ടായിരുന്ന പിക്ചേഴ്സൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു ഞാനിത് ചിലതൊക്കെ. അപ്പം അത് ഒരു പുരാവസ്തു എന്നുള്ള രീതിക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഉള്ള പല പല ചടങ്ങുകളുടെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ. ഇത് കൊടിയുയർത്തലും ആറാട്ടിന് എഴുന്നള്ളിക്കുന്ന അങ്ങനെ പലതരത്തിലുള്ള ഫോട്ടോസാണ്. ഡ്രോയിങ്സ് വെച്ചിട്ടുണ്ട്, മ്യൂറൽ പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ട് കാണുന്നെ വേണം കേട്ടോ. അത്രയും ഭംഗിയുള്ള ഓരോ പീസും അത്ര ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് പൂതനയുടെ ഒരു തെയ്യക്കോലങ്ങൾ, പലതരത്തിലുള്ള തെയ്യക്കോലമാണെന്ന് വിചാരിക്കുന്നു ഞാൻ, തെറ്റല്ല എന്ന് വിചാരിക്കണം. അത് പൂതന എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. കാണുമ്പോൾ തെയ്യക്കോലം പോലെ ഉണ്ട്. പിന്നെ ഇതെന്താ ആർട്ട് ഫോമാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ബ്ലോക്കായിട്ട് അവർ കുറച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതിൽ ഓരോന്നും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നമ്മളിങ്ങനെ തൊഴുമ്പോൾ, ചുറ്റും നടന്ന് തൊഴുമ്പോൾ ആ തൂണുകളിൽ ഇങ്ങനെ പലതരം കൊത്തിയിട്ടുള്ള ശില്പങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെയാണ്, അതിൻ്റെ സെയിം ചിലതൊക്കെയാണ് കേട്ടോ നേരത്തെ കണ്ടത്. ഈ സ്റ്റോളിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി പിന്നെ ഇത് മാതൃഭൂമിയുടെ, കേരള പോലീസിൻ്റെയൊക്കെ സ്റ്റോള് ആ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. ഇത് നീര എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെയാണ്. ഇതൊരു ഡ്രിങ്കിങ് സംഗതിയാണ് നീര എന്നുള്ളത്. കോക്കനട്ട് ജ്യൂസ് അല്ല, വേറെ എന്താ, പൂക്കുലയിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ നീര. ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല, പരീക്ഷിക്കാൻ വയ്യാത്തതുകൊണ്ട് കഴിച്ച് നോക്കിയിട്ട്. നല്ലതാണെന്ന് തോന്നുന്നു. നിങ്ങളാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഇവിടെ ഇത്രയും വരെ നടന്ന് നമ്മൾ ഓൾമോസ്റ്റ് വയ്യാതെ ഇരിക്കുന്നു കേട്ടോ. വെള്ളം കുടിച്ചു, ജ്യൂസൊക്കെ കുടിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു, എന്നാൽ ഒരു ഇതൊക്കെ തളർന്നിരിക്കുന്നു. ഈ സ്റ്റോൾ കണ്ട് ഇങ്ങനെ പുറത്ത് നിന്നിട്ട് നോക്കണമെന്ന്, വേണ്ട കയറാൻ വയ്യ, പോവാന്ന് പറഞ്ഞിട്ട് നടക്കാണ് കേട്ടോ. ഉള്ളിൽ കയറിയില്ല. അങ്ങനെ ഇതേതാ സ്റ്റോള്? എനിക്കിങ്ങനെ വോയിസ് കൊടുത്ത് വരുമ്പോൾ ഇങ്ങനെ കൺഫ്യൂഷനാണ്. ഏതാ സ്റ്റോളെന്ന്. ഓക്കെ, ഇത് കേരള പോലീസിൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. അതിൻ്റെ പുറത്ത് ഇങ്ങനെ 2 ചിറകൊക്കെ ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്. ഫോട്ടോ എടുക്കാൻ പക്ഷേ ചിരിച്ചൊന്നുമില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്റ്റോളിൻ്റെ ഫ്രണ്ട് എന്നുള്ള ഭാഗം. അതായത് ഗുരുവായൂർ അമ്പലം പോലെ ചെറിയൊരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ടിൽ ഗരുഡൻ, അങ്ങനെയാണ് അമ്പലത്തിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. പിന്നെ ഈ സൈഡിൽ കുറേ ടീ സ്റ്റോളുകളുണ്ട്. പിന്നെ ഒരു അമ്പലത്തിൻ്റെ ഒരു സ്റ്റോളുണ്ട്. ഏതാ, തിരുമാതാംകുന്നിൻ്റെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ പിന്നെ എക്സിറ്റ് ആയിട്ടോ. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ എക്സിബിഷൻ കഴിഞ്ഞ് വന്നു. ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ കാണിക്കാനുണ്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു 5 കപ്പ് 100 രൂപയായിട്ട് ഉണ്ടായിരുന്നു എന്ന്. അതെല്ലാ കൊല്ലം കാണാറുണ്ട് കേട്ടോ. മേടിക്കാറില്ല. കൊല്ലം ഞാനത് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതൊരു പൊടി തട്ടിയാണ് കേട്ടോ. ഒരു ഡസ്റ്റ് പാനും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിന് 50 രൂപയോ 60 രൂപയോ ആണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 50 60 അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ടേബിളിൽ നിന്നും അല്ലെങ്കിൽ ചെറിയതുപോലെ ജനൽപ്പടിയിൽ നിന്നൊക്കെ പൊടി തട്ടിയിട്ട് ഇതിലേക്ക് വാങ്ങിയിട്ട് കളയാട്ടോ. ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട് ഇതിന്. ഞാനത് അപ്പം ശ്രദ്ധിച്ചില്ലായിരുന്നു. ആ പാക്കറ്റിലിരുന്നപ്പോൾ കണ്ടില്ല കേട്ടോ. അതിന് മീതെ ഒരു സ്റ്റിക്കറൊക്കെ വന്നപ്പോൾ അത് കണ്ടില്ല. പക്ഷേ നല്ല രസമുള്ളൊരു സാധനമാണ്. ഞാൻ ഹസ്നയുടെ വീഡിയോയിൽ ആർട്ട് ഗോസിപ്പ് എന്നുള്ളൊരു ചാനലുണ്ട്. ആ വീഡിയോയിൽ കുട്ടി യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. ഇതൊരു കോഫി മഗ്ഗാണ്. ഇതിന് സിംഗിൾ പീസിന് 50 രൂപയാണ്. ഇത് അമ്മ വാങ്ങി തന്നതാണ്. ഈ 2 ഫോർക്ക് 20 ആണ് പെർ പീസ്. അത് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് നമസിക്ക് മേടിച്ചിട്ടുള്ള ഇതൊരു പോപ്പുലറായിട്ടുള്ളൊരു പമ്പരാണ് കേട്ടോ. ഇത് ഞാൻ ഓക്കെ, എൻ്റെ കറക്കൽ അത്ര ശരിയാവാത്തതുകൊണ്ട് നല്ല രസമായിട്ട് വരും കേട്ടോ. ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇത് എക്സിബിഷൻ ഹാളിൻ്റെ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതിനകത്ത് ഇതിന് 150 രൂപയും പുറത്ത് ഇത് 100 രൂപയാണ്. അപ്പോൾ നമ്മളിത് മുന്നേ ഗുരുവായൂരിന്ന് ഒരു തവണ അനിയത്തിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 100 രൂപയാണെന്നപ്പോൾ അറിയാം. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് 150 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് മേടിക്കാതെ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള, ആ 100 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. നല്ല പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ കേട്ടോ. പിന്നെ ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിയായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു വാട്ടർ ബോട്ടിലാണ്. ഒരു 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ. അതിൽ വരണ വഴിക്ക് വെള്ളം നമ്മൾ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ കോടി കളറാണ് കേട്ടോ. കോടി കളറും ഉണ്ട്. പിന്നെ ഈ ഫാബ്രിക് വൈറ്റ്നർ, അതായത് നമ്മുടെ വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, അതുപോലെ കോടിമുണ്ട്, അതൊക്കെ കളർ കൂട്ടാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ മുക്കുന്ന നമ്മൾ കഞ്ഞി മുക്കില്ലേ, സ്റ്റിഫ് മുക്കുന്ന അതുപോലെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. 60 രൂപയാണ് പാക്കറ്റിന്. ഇതിവിടെ ഞാൻ വേറെ കടയിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കൊണ്ടുപോയ പൈസയൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുറച്ച് പൈസ വാങ്ങിയതാണ് കേട്ടോ. ഇത് ഫേക്കായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ടോട്ടൽ 888 രൂപയുണ്ടാവും കേട്ടോ. എല്ലാ നോട്ടും കൂടി കഴിഞ്ഞാൽ 888 രൂപ. അതൊരു നല്ല അടിപൊളി പർച്ചേസ് ആയിരുന്നു കേട്ടോ. ഇത് കുട്ടികൾക്ക് കളിക്കാനും അതായത് ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനും പാറുക്കുട്ടി ഇവിടെ വന്നിട്ട് കുറേ നേരം വീട്ടിൽ വന്നതിന് ശേഷം ഈ പൈസ വെച്ചിട്ട് കളിച്ചു കേട്ടോ. അതായത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ നോട്ടുകളും ഓരോ പൈസ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ വരെ 888 രൂപയാണ് കേട്ടോ. ഇത് നമ്മുടെ A3 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ട് കുറച്ച് കട്ടിയുള്ള കടലാസല്ല, ലേസർ ഷീറ്റാണ്, അതാണ് കേട്ടോ. നല്ല രസമുള്ള സംഗതിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു വാച്ചാണ് നമ്മൾ വാങ്ങിയത്. ഇത് കളി വാച്ചല്ല കേട്ടോ, നടക്കുന്ന വാച്ച് തന്നെയാണ്. പണ്ടിങ്ങനെ സ്കെയിൽ കിട്ടില്ലേ നമുക്ക്, ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ ചുരുണ്ടു പോകുന്ന സ്കെയിൽ, അതുപോലെ ഒരു ഹലോ കിറ്റിയുടെ വാച്ചാണ്. 100 രൂപയായിട്ടുള്ളൂ കേട്ടോ. ഇത് ടൈമൊക്കെ കറക്റ്റാണ്. ടൈമൊക്കെ അവിടെ നിന്ന് ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നിരുന്നു. അങ്ങനെ എക്സിബിഷൻ്റെ വിശേഷങ്ങളൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസ്, കുറച്ച് മെമ്മറീസ്, ഇനി ഒരു പ്രാവശ്യം കൂടി വരണം എന്നുള്ളൊരു ആഗ്രഹം, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമ്മുടെ എക്സിബിഷൻ സ്റ്റോറി അല്ലെങ്കിൽ എക്സിബിഷൻ ഇവിടെ വൈൻഡ് ചെയ്യാണ്. തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷനാണ് കേട്ടോ. നമ്മുടെ ഒരുപാട് മെമ്മറീസ് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്ന് ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു.